എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഡേ ആണ് സൺഡേ എന്ന് പറയുന്നത്. രാവിലെ തന്നെ പള്ളിയിലേക്കുള്ള പോക്കാണിത്. എന്നെ അറിയാവുന്നവർക്ക് അറിയാം യെല്ലോ ഇസ് മൈ ഫേവറേറ്റ് കളർ എന്നുള്ളത്. ദേ ഇന്ന് നമ്മൾ മാന്നാനം പള്ളിയിലേക്കാണ് വന്നിരിക്കുന്നത്. രാവിലെ ദൂരെ നിന്ന് പള്ളി കാണാൻ തന്നെ അടിപൊളിയാണ്. എനിക്ക് ഈ പാട്ടൊക്കെ പാടി പാട്ട് കുർബാനയ്ക്ക് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ദാ ഈ നിൽക്കുന്ന പള്ളിയിലെ വികാരി എൻ്റെ അങ്കിളാണ് കേട്ടോ. അച്ഛനായിട്ട് കുറച്ച് കത്തിയൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ ക്യാൻറ്റീനിൽ പോയിട്ട് ചായ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. സൺഡേ മീറ്റിംഗ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ചായയൊക്കെ വാങ്ങി തന്നതിന് ശേഷം അച്ഛനൊരൊറ്റ ഔട്ടായിരുന്നു. ദാ ഇനിയിപ്പോൾ സൺഡേസ് ഓഫ് പ്രെറ്റി ഔട്ട്ഫിറ്റ്സ് ആൻഡ് പ്രേയേഴ്സ് എന്നാണല്ലോ, അതുകൊണ്ട് തന്നെ ഫോട്ടോസ് എടുക്കുന്നത് നിർബന്ധമാണ്. പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റാത്തത് ദാ ഈ ഒരു വെയിലാണ്. നമ്മളിന്നിതാ രാജിറ്റയുടെ വീട്ടിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ രാജിറ്റ നമുക്കതേ നല്ല ചൂട് മസാല ദോശ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഞായറാഴ്ചകളിലൊക്കെ പണ്ട് നമ്മൾ കാറ്റീസത്തിന് പോകുന്നതാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത്. 9 മണിയാകുമ്പോൾ തന്നെ നമ്മൾ പള്ളിയിലേക്കുള്ള ഒരു ഓട്ടമായിരിക്കും. അവിടെ ചെന്ന് പ്രോഗ്രാം ചെയ്യുന്നതും കൊയറിന് നിൽക്കുന്നതും ക്ലാസ്സുകൾ തമ്മിലുള്ള കോമ്പറ്റീഷനൊക്കെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. ഈ 12:30 ആകുമ്പോൾ കാറ്റീസൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ അന്ന് വീട്ടിൽ ബീഫ് കറി ഇല്ലെങ്കിൽ പിന്നെ അതിനായിരിക്കും വഴക്കുണ്ടാക്കുക. ദാ ആഷ് പോയിട്ട് നമ്മുടെ കല്യാണത്തിൻ്റെ ആൽബം ഒക്കെ കളക്ട് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞൊരു 2 months ആയെങ്കിലും ഈ ആൽബം അങ്ങോട്ട് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഐ എം സ്റ്റിൽ എക്സൈറ്റഡ്. എൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോഗ്രാഫി ആഡം ലൈറ്റ്സ് ആയിരുന്നു. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നമ്മളിതാ നേരെ ഇറങ്ങിയിരിക്കുന്നത് ചെങ്ങന്നൂർക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്കിന്ന് ആഷിൻ്റെ കസിൻ്റെ വീട്ടിൽ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. ഇത്ര വെറൈറ്റി ഫുഡും ഡിഷസൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഫസ്റ്റ് പോയത് ഞാനിതെങ്ങനെ കഴിച്ചു തീർക്കും കർത്താവേന്നായിരുന്നു. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഞാൻ എല്ലാ ഫുഡും ട്രൈ ചെയ്തു കേട്ടോ. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ 6 kgs ആണ് ഗെയിൻ ചെയ്തത്. നമ്മളിതാ ലഞ്ചൊക്കെ കഴിഞ്ഞൊന്ന് ചില്ല് ചെയ്തിരിക്കുമ്പോഴാണ് സുമ ചേച്ചിയുടെ സ്പെഷ്യൽ ഹോം മെയ്ഡ് ഡെസേർട്ട് വന്നത്. ഇറ്റ് വാസ് സോ ഡെലീഷ്യസ്. അപ്പോൾ അത്രയേ ഉള്ളൂ.